ഹായ്, എൻ്റെ പേര് നിബിൽ. ഞാൻ ഇവിടെ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് കെയർ ഗിവിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെയർ ഗിവറായിട്ട് പഠിക്കാൻ വന്നതാണ്. ഞാൻ യു കെയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നഴ്സിംഗ് പഠിക്കാനാണ് ഞാൻ യു കെയിലേക്ക് പോണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാനാണ് നമ്മൾ ഇപ്പം കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് പിള്ളേർ റെസ്റ്റോറൻറ്റിലും അതുപോലെ ഡെലിവറി ബോയ്, ടാക്സി ഡ്രൈവർ, അങ്ങനെ കുറേ പല പല കാറ്റഗറിയിലാണ് പാർട്ട് ടൈം ജോബ് ചെയ്തു വരുന്നത്. അപ്പം എൻ്റെ അമ്മയാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നെ, നമ്മൾക്ക് എന്തുകൊണ്ടൊക്കെ ഒരു കെയർ ഗിവിങ്, ഒരു ഹോം കെയറിൽ അവിടെ ജോലി ചെയ്തുകൂടാ ഒരു പാർട്ട് ടൈം ആയിട്ട്. അതാകുമ്പോൾ എന്താ, നഴ്സിംഗ് പഠിക്കണതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് കൂടി ആയിരിക്കും ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കൂടുതൽ ഹെൽപ്പാവും ഈ സാധനം. മാത്രമല്ല നമുക്കവിടെ ലിവിങ് എക്സ്പെൻസിനും കൂടി നല്ലതാണ് ഈ കെയർ ഗിവർ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത് എൻ്റെ പൊന്നിൻ്റെ കൊണ്ട് കുട്ടിയെ കൂടുതലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ വൈബും കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി കുട്ടിയെ കൂടും എന്നുള്ളത്. കാരണം ഇവിടുത്തെ മിസ്സുമാരൊക്കെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര അയറ് പിടിച്ച് ഇരിക്കുന്ന മിസ്സുമാര് പെട്ടുപോയി എന്ന് വിചാരിച്ചേ. ഇതിപ്പോ മിസ്സുമാർ ഇനിയിപ്പോ ഈ തന്ത വൈബ് ആ രീതിയിലേക്ക് വെച്ചാൽ, പക്ഷെ ഏറ്റവും നന്നായിട്ട് എത്ര വൈബ് ഉണ്ടാവും അത്രയും വൈബായിരുന്നു എനിക്ക് ഇവിടെ ഉണ്ടായേ. അത്രയ്ക്ക് ഫ്രീ ആയിരുന്നു ഇവിടെ പഠിക്കാനായിട്ട്. അതൊരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന പോലെയല്ല. എത്ര ഡൗട്ട് ചോദിച്ചാലും എന്തോരം ചോദിച്ചാലും പ്ലസ് 1 പ്ലസ് 2 പോലെയല്ല. മിസ്സുമാര് നമ്മളോട് എന്താണ് നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ലേ അങ്ങനെ ചോദിക്കില്ല നമ്മളോട്. ഇവിടെ എത്ര ചോദിച്ചാലും, എത്ര നമ്മൾ സംശയം ചോദിച്ചാലും, എന്ത് ചോദിച്ചാലും അവർ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങൾക്ക് ചെയ്യിപ്പിച്ച പ്രാക്ടിക്കൽസ് ആണ്. ഓരോ കാര്യങ്ങളും നിർത്തി ആദ്യം മിസ്സുമാർ ചെയ്ത് കാണിച്ചതെന്ന് നിർത്തി പിന്നെ നമ്മളെ കൊണ്ട് ചെയ്ത്, പിന്നെ ഇനി അതിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എത്ര പ്രാവശ്യം വേണം ചെയ്യാം, അത്ര പ്രാവശ്യം വരെ നമുക്ക് എക്സാമിന് തൊട്ട് മുന്നേ വരെ നമുക്ക് ചെയ്ത് കാണിച്ചത് ഇവിടെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ പ്രാക്ടിക്കൽസ്. പിന്നെ ഇനി ഇപ്പം എൻ്റെ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു പ്രൊഫഷനായിട്ട് കെയർ ഗിവറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കോ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. താങ്ക് യു. Guardian Angel Institute of Caregiving.